ഹലോ, വെൽക്കം ടു മാക്സിയോൺ. കുസാറ്റ്, ക്യാറ്റ് അതായത് കേരളത്തിലെ നമുക്ക് വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കുസാറ്റിന്റെ ക്യാറ്റ് എംഎസ്സി മാത്തമാറ്റിക്സ് 2023 അതായത് 2023 നമ്മൾ ചോദിച്ചിട്ടുള്ള ലീനിയർ ഓൾജിബ്രയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലീനിയർ ഓൾജിബ്രയിലെ മെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ eigen വാല്യൂ ഓഫ് എ, അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 1 3 1 5 1 ആൻഡ് 3 1 1 എന്നുള്ള എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ eigen വാല്യൂസ് -2 3 6 ആണ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സും അതിന്റെ eigen വാല്യൂസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ eigen വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് ലീനിയർ ഓൾജിബ്രയുടെ eigen വാല്യൂസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് മെട്രിക്സിന്റെ eigen വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ eigen വാല്യൂ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അതായത് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ eigen വാല്യൂയും അതിന്റെ ട്രാൻസ്പോസിന്റെ eigen വാല്യൂയും സെയിം ആയിരിക്കും. അതായത് eigen വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു eigen വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ്. എയുടെയും എ ട്രാൻസ്പോസിന്റെയും eigen വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ എയുടെയും എ ട്രാൻസ്പോസിന്റെയും eigen വാല്യൂ സെയിം എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെ eigen വാല്യൂ -2 3 6 തന്നതുകൊണ്ട് തന്നെ എ ട്രാൻസ്പോസിന്റെ eigen വാല്യൂ എന്തായിരിക്കും? -2 3 6 തന്നെയായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. ഇവിടെ നമ്മൾ ആകെ യൂസ് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ കാര്യം മാത്രമാണ്. എയുടെയും എ ട്രാൻസ്പോസിന്റെയും eigen വാല്യൂസ് സെയിം ആണ് എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറയാം. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് eigen വാല്യൂ, മിനിമൽ പോളിനോമിയൽ, ഡയഗണലൈസബിൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എം ഓഫ് ആർ എന്ന് പറയുന്നത് റിംഗ് ഓഫ് n ബൈ n മെട്രിക്സസ് ആണ്. അതായത് മെട്രിക്സുകളുടെ കളക്ഷൻ n ബൈ n മെട്രിക്സുകളുടെ കളക്ഷൻ ആണ്. അവിടെ താഴെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സുകളിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എ ബി സി ഡി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് ദർ എക്സിസ്റ്റ് മെട്രിസസ് എ ബി. അതായത് അവിടെ നമുക്ക് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മെട്രിക്സുകൾ എന്താണ്? എ ബി മൈനസ് ബി എ ഇസ് ഈക്വൽ ടു ഐ എൻ. അതായത് എ ബി മൈനസ് ബി എ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആവുന്ന എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോ നമ്മളിവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കാം. അതായത് ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എ ബി മൈനസ് ബി എ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എ ബി മൈനസ് ബി എ ഇസ് ഈക്വൽ ടു ഐ ആണ്. എ ബി മൈനസ് ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ ഈ മെട്രിക്സുകൾക്ക് ട്രേസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് എ ബി മൈനസ് ബി എ എന്ന് പറയുന്നതും ട്രേസ് ഓഫ് ഐ എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് എ ബി മൈനസ് ബി എയുടെ ട്രേസും ഐയുടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രേസും എന്തായിരിക്കും? സെയിം ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു സിമ്പിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രേസിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും സെയിം ആയിരിക്കും അല്ലെ? എ ബിയുടെ ട്രേസും ബി എയുടെ ട്രേസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രേസ് ഓഫ് എ ബി മൈനസ് ബി എനെ നമുക്ക് ട്രേസ് ഓഫ് എ ബി മൈനസ് ട്രേസ് ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. അത് മാത്രമല്ല അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ട്രേസ് ഓഫ് ഐനോട് ഈക്വൽ ആയിരിക്കും. ട്രേസ് ഓഫ് ഐനോട് അത് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ബിയുടെയും ബി എയുടെയും ട്രേസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് 0 ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ഐ എന്ന് കിട്ടുന്നുണ്ടാവും. ഐയുടെ ട്രേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താവുകയില്ല? 0 ആവുകയില്ല അല്ലെ? നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ എൻട്രീസുകളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? n ആയിരിക്കും അല്ലെ? ഒരു 2/2 മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ, ഒരു 2/2 ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 2 ആയിരിക്കും അല്ലെ? ട്രേസ് ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാൻ പറ്റും.
അതേപോലെ തന്നെ നമുക്കൊരു n ഐഡന്റിറ്റി, അതായത് in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/n ഐഡന്റിറ്റി മെട്രിക്സ് ആവുന്നത് കൊണ്ട് തന്നെ അതിന്റെ ട്രേസ് എന്തായിരിക്കും? n ആയിരിക്കും. അപ്പൊ 0 = n എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പം AB - BA = I ആയിക്കൊണ്ടുള്ള ഒരു മെട്രിക്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ അവിടെ ട്രേസ് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? ട്രേസ് ഓഫ് ഐയും 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ എ ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരാം. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് AB = BA ആണ്. നമ്മൾ MN(r)ൽ നിന്നും രണ്ട് മെട്രിക്സുകൾ എടുത്തു. അവിടെ AB = BA ആണ്. അതായത് മെട്രിക്സുകൾ തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. AB = BA ആയിട്ടുള്ള മെട്രിക്സിൽ A ഡയഗണലൈസബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ A is diagonalizable over R if and only if B is diagonalizable over R. അതായത് A ഡയഗണലൈസബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ B എന്താവണം? ഡയഗണലൈസബിൾ ആവണം. അതായത് A ഡയഗണലൈസബിൾ ആവണമെങ്കിൽ B ഡയഗണലൈസബിൾ ആവണം, B ഡയഗണലൈസബിൾ ആവണമെങ്കിൽ A ഡയഗണലൈസബിൾ ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഓപ്ഷൻ ബിക്ക് നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് പറയാം. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പൊ ഞാനൊരു മെട്രിക്സ് എടുക്കാം. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. A എന്ന് പറയുന്ന മെട്രിക്സ് 1 1 0 1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുക്കാം. A എന്ന് പറയുന്നത് ഒരു 1 1 0 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. B എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ എടുക്കാം. രണ്ടും നമ്മൾ 2/2 മെട്രിക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ n-ന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? n ≥ 2 ആണ്. അപ്പോൾ നമ്മൾ ഒരു 2/2 n = 2 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 2/2 മെട്രിക്സ് നമ്മൾ എടുത്തു. ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ AB = BA ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. ഐഡന്റിറ്റി മെട്രിക്സ് എല്ലാ മെട്രിക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? AB = BA ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് A ഡയഗണലൈസബിൾ ആണോ B ഡയഗണലൈസബിൾ ആണോ എന്നുള്ളതാണ്. B എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ B മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ B നമുക്ക് ഡയഗണലൈസബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് Aയുടെ കാര്യം നോക്കണം. ഡയഗണലൈസബിൾ ആവണമെങ്കിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഡയഗണലൈസബിളിന് വരുന്നുണ്ടാവുക അല്ലേ? ഒന്ന് എന്താണ്? ഡയഗണലൈസബിൾ ആവണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് ആവണം അല്ലെ? ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ഡയഗണലൈസബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഇനി നമുക്ക് പിന്നെ നമുക്കുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? AM = GM ആണെങ്കിൽ, അതായത് ഒരു ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് AM അതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് അല്ല. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന്റെ ഡയഗണൽ എൻട്രീസുകളായിരിക്കും നമുക്ക് ഈഗൻ വാല്യൂസ് ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ് ഡയഗണൽ എൻട്രീസ്? 1ഉം 1ഉം ആണ് നമുക്ക് Aയുടെ ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് ഇവരുടെ ഒക്കെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എൻട്രീസുകളായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലമെന്റ്സുകളായിട്ടുള്ള 1 1 രണ്ട് ഈഗൻ വാല്യൂസുകളാണ്. അത് ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തള്ളിക്കളയാം. ഇനി രണ്ടാമത്തത് നമുക്ക് AM = GM ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് അരിത്തമെറ്റിക്, അതായത് നമുക്ക് വരുന്ന അരിത്തമെറ്റിക് അല്ല, നമുക്ക് വരുന്നത് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1, അതായത് 1ന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? 1 രണ്ട് തവണയാണ് നമുക്ക് ഒക്കൂർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ എന്ത് നോക്കണം? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി നോക്കണം. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? നള്ളിറ്റി ഓഫ് A - λI ആണ്. ലാംഡ എന്ന് പറയുന്നത് ഇവിടെ 1 ആയതുകൊണ്ട് നള്ളിറ്റി ഓഫ് A - I അല്ലേ? അപ്പൊ A - I എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് എന്തായിരിക്കും? നമുക്ക് 1 1 0 1ൽ നിന്നും നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? നമുക്ക് 0 1 0 0 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അവിടെ നള്ളിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് 0 റോസ് അല്ലെ? n/n മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് 0 റോസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഒരു നമ്പർ ഓഫ് 0 റോ അല്ലെങ്കിൽ ഒരു 0 റോ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നള്ളിറ്റി ഓഫ് A - I നമുക്ക് വരുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ഈക്വൽ അല്ല അല്ലെ? 1ന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1.
ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്, ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡയഗണലൈസബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നോട്ട് ഡയഗണലൈസബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡയഗണലൈസബിൾ അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റിപ്പോയി അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എ ഡയഗണലൈസബിൾ ആണെങ്കിൽ ബി ഡയഗണലൈസബിൾ ആണ്, ബി ഡയഗണലൈസബിൾ ആണെങ്കിൽ എ ഡയഗണലൈസബിൾ ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഇവിടെ ബി ഡയഗണലൈസബിൾ ആണ്, പക്ഷേ എ എന്തല്ല? ഡയഗണലൈസബിൾ അല്ല. എ ഡയഗണലൈസബിൾ അല്ല എന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എ ബിക്കും ബി എക്കും സെയിം ഏഗൻ വാല്യൂ ആയിരിക്കുമെന്നാണ്. അതായത് രണ്ട് മെട്രിക്സിൽ എടുത്തു കഴിഞ്ഞാൽ എ ബി ആൻഡ് ബി എ ഹാവ് സെയിം മിനിമൽ പോളിനോമിയൽ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എ ബിക്കും ബി എക്കും സെയിം മിനിമൽ പോളിനോമിയൽ ആയിരിക്കുമോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെട്രിക്സ് എടുക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 0 1 0 0 എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാം. ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്തെടുക്കാം? ബി എന്ന് പറയുന്ന മെട്രിക്സ് 0 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്താ വരുന്നുണ്ടാവുക? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എലമെന്റ് A11 ആയിരിക്കും, A22 എന്ന് പറയുന്നത് 1 ആയിരിക്കും, A21 എന്ന് പറയുന്നത് 0, A22 എന്ന് പറയുന്നത് 0 വിച്ച് ഈസ് ഈക്വൽ ടു എ തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലെ? എ ബി എന്ന് പറയുന്നത് നമുക്ക് എ തന്നെയാണെന്ന് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ബി എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കാം. ബി എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? ബി എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ബി എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് A11 A12 A21 A22 ബി എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്രൈറ്റീരിയ, അതായത് എ ബി എന്ന് പറയുന്നത് എ ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെട്രിക്സ് എന്തായിരിക്കും? 0 1 0 0 ഇൻറ്റു 0 1 0 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? A11 A12 A21 A22 എ സ്ക്വയർ ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്, ആ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ സ്ക്വയർ നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റും അല്ലെ? എ ബി എ ആയതുകൊണ്ട് ആ എ ബിയുടെ സ്ക്വയർ എന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാം അല്ലെ? എ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബി എയുടെ നോക്കാം. ബി എ എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമൽ പോളിനോമിയൽ നമ്മൾ നോക്കാം. അപ്പോൾ ഈ മെട്രിക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ ബിക്ക് നമ്മൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു 0. ഇനി നമുക്ക് മിനിമൽ പോളിനോമിയലിന്റെ സാധ്യതകൾ നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0. അവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നുള്ള കാര്യം ഷുവർ ആണ്. എക്സ് ഈക്വൽ ടു 0ന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ബി കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ? എ ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ മിനിമൽ പോളിനോമിയൽ ആയിട്ട് കിട്ടുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 0 ആണ് നമുക്ക് മിനിമൽ പോളിനോമിയൽ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിനിമൽ പോളിനോമിയൽ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത് അല്ലെ? മിനിമൽ പോളിനോമിയൽ ആയിട്ട് നമുക്ക് രണ്ട് മിനിമൽ പോളിനോമിയൽസ് കിട്ടുന്നത്, ഒന്ന് എക്സ് ഈക്വൽ ടു 0യും മറ്റൊന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0യുമാണ്. അത് രണ്ടും സെയിം മിനിമൽ പോളിനോമിയൽ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എ ബി സി ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ട്രൂ ആണെന്ന് പറയാം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എ ബി ആൻഡ് ബി എ ഹാവ് സെയിം ഈഗൻ വാല്യൂ എന്നാണ്. അതിന്റെ പ്രൂഫിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അതായത് നമ്മൾ അതിന് എങ്ങനെയാണത് സെയിം ഈഗൻ വാല്യൂ ആവുന്നത് എന്നുള്ള പ്രൂഫിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു ബേസിക് ഐഡിയ നമ്മൾ ആലോചിച്ചാൽ മതി. ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് എ ബിയും ഡിറ്റർമിനന്റ് ഓഫ് ബി എയും സെയിം ആയിരിക്കും. ഇതിൽ നിന്നും ഈ ഒരു പ്രൂഫിന്റെ ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു കൺസെപ്റ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. എ ബിക്കും ബി എക്കും സെയിം ഈഗൻ വാല്യൂസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഈ മൂന്ന് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ മൂന്നിലും എ ബി സി എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ഫോൾസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2023 കാറ്റ് MSc മാത്തമാറ്റിക്സിലെ രണ്ട് ക്വസ്റ്റ്യൻസ്, ലീനിയർ ഓൾജിബ്രയിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്